ഹേ ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ടിന്റെ കണ്ടിന്യൂസ് ട്യൂട്ടോറിയലിന്റെ ചാപ്റ്റർ ഐ ഗെസ് 14th ആണെന്ന് തോന്നുന്നു. സോ റൂട്ടിംഗ് ഇൻ റിയാക്ട് ജെയ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഹുക്സ് വരെയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക, ഡൗട്ട്സുകളൊക്കെ സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ അതാത് വീഡിയോസിന്റെ താഴെ തന്നെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഐ വിൽ ഓൾവേസ് ദെയർ ഫോർ യു. നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ അവിടെ തന്നെ കാണും. സോ മടി കൂടാതെ ഡൗട്ട്സുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇത് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? റൂട്ടിംഗ് ഇൻ റിയാക്ട് ജെയ്സ്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ എന്നല്ല മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ റിയാക്ട് ജെയ്സ് എന്ന് പറയാം. ഇതില്ലാതെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വെബ് പേജസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ നെക്സ്റ്റ് പേജിനകത്തോട്ടുള്ള നാവിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂട്ടിംഗ് ഇൻ റിയാക്ട് ജെയ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? Hey my dear pretty souls, it's me Shefna Sharif and you're watching my channel JSTC. So no more delay, let's start. സോ റൂട്ടിംഗ് ഇൻ റിയാക്ട് ജെയ്സ്. സോ എന്തിനാണ് റൂട്ടിംഗ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം, നമ്മൾ HTML ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആങ്കർ ടാഗും എച്ച്റഫ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യും. എന്നാൽ നമ്മൾ റിയാക്ട് ജെയ്സിൽ അത് നമുക്ക് കുറച്ച് ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ ആ ഒരു നാവിഗേഷൻ സാധ്യമാവത്തുള്ളൂ, പോസിബിൾ ആകത്തുള്ളൂ. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ആൻഡ് വൺ തിങ്, ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ യൂട്യൂബ് ചാനൽ. റൗട്ടറിനെ പറ്റിയിട്ടും റിയാക്ട് റൗട്ടർ ഡോമിനെ പറ്റിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഞാൻ ഒരു തുടക്കത്തിലൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഒത്തിരി സ്ലോ ആയിട്ട് ഒരു ബിഗിനറിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തത്. ആൻഡ് അതും ഓൾസോ റെക്കമെൻഡഡ് കണ്ടന്റ് ആണ്. ഇത് ഇപ്പൊ നമ്മൾ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളിപ്പോ ഒരു ട്യൂട്ടോറിയൽ റിയാക്ട് ജെയ്സിന്റെ കണ്ടിന്യൂസ് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് ഇത് നമ്മളുടെ ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ അല്ലല്ലോ, നമ്മളിപ്പോ ഓൾമോസ്റ്റ് നമ്മൾ ഒരു മിഡിലിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഫസ്റ്റ് നമ്മളുടെ ടെർമിനലിൽ പോവുക. ടെർമിനലിൽ പോയതിനു ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ആവശ്യമുണ്ട്. സോ നമുക്ക് ആ ഒരു പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമുക്ക് ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആപ്ലിക്കേഷന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, നമ്മളുടെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ മൈ ആപ്പിനകത്ത് നിൽക്കുകയാണ്. സോ മൈ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ പാക്കേജസിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ നോൺ മൊഡ്യൂളാണ് NPM എന്ന് പറയുന്നത്. സോ NPM ഇൻസ്റ്റാൾ ചെയ്യുക. NPM ഇൻസ്റ്റാൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പാക്കേജ് ആണ് റിയാക്ട്, ദെൻ ഒരു ഹൈഫൺ റൗട്ടർ, ദെൻ ഹൈഫൺ ഡോം. ഓക്കെ, റിയാക്ട് റൗട്ടർ ഡോം എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോകുന്നത്. ആൻഡ് അതിന്റെ കൂട്ടത്തിലായിട്ട് എൻ്റെ വേർഷൻ കൂടെ പറഞ്ഞു കൊടുക്കുക. സോ @5. സോ ഞാൻ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ 5th വേർഷൻ ആണ്. ആൻഡ് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പുതിയ വേർഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ എളുപ്പവും എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ 5 തന്നെയാണ്, വേർഷൻ 5 ആണ്. സോ ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ വേർഷൻ 5 വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. സോ NPM ഇൻസ്റ്റാൾ റിയാക്ട് റൗട്ടർ ഡോം. ഏത് വേർഷൻസ് തന്നെ യൂസ് ചെയ്താലും നമുക്ക് റിസൾട്ട് സെയിം തന്നെയാണല്ലോ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറീഡ് ആകണ്ട. സോ ദെൻ എൻ്റർ കൊടുക്കുക. ഇത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് എടുക്കുന്ന പ്രോസസ്സാണ്. നമ്മൾക്ക് കുറച്ച് പാക്കേജസ് നമ്മളുടെ ആപ്ലിക്കേഷനകത്തോട്ട് നമുക്ക് എന്തായി കിട്ടും, ഇൻസ്റ്റാൾ ആയി കിട്ടും. ഓക്കെ, നമ്മളിനി ഇവിടെ സൈഡിൽ എക്സ്പ്ലോററിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ package.jsonnകത്ത് വന്നാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. റിയാക്ട് റൗട്ടർ ഡോം, ദെൻ അതിൻ്റെ വേർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളുടെ ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളുടെ package.json ഫയലിൽ വന്നാൽ മതിയാകും. നമുക്ക് നമ്മളുടെ നമ്മളുടെ ഈ ഒരു ആപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള പാക്കേജസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അപ്പൊ നമ്മളുടെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു. അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ നമ്മളുടെ app.jsനകത്തോട്ട് പോകുക.
ഈ ഒരു പാക്കേജ് നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യണം. ആ സംഭവമാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ app.jsൽ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അത് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് കണക്കാക്കുക. ഇമ്പോർട്ട് ദെൻ കേർലി ബ്രേസസിനകത്ത് നമ്മളുടെ ആ ഒരു പാക്കേജിന് ബ്രൗസർ റിയാക്ട് റൗട്ടർ ഡോം എന്ന് പറയുന്ന ഒരു പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കേജിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ഈ ഒരു ആപ്പിനകത്തോട്ട് ആവശ്യമാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ബ്രൗസർ റൗട്ടർ, ദെൻ റൗട്ടർ ആൻഡ് റൂട്ട്. സോ ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ റിയാക്ട് റൗട്ടർ ഡോം പാക്കേജിനകത്തുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഇത് നമുക്ക് നമ്മളുടെ ഈ ഒരു ആപ്പിനകത്ത് ആവശ്യമുണ്ട്. നമുക്ക് നമ്മളുടെ നാവിഗേഷൻസ് പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങൾ, ഈ ലൈബ്രറീസ് നിന്ന്, കമ്പോണൻസ് നിന്ന്, എലമെന്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം, ഇതിന് നമുക്ക് ആവശ്യമുണ്ട്. സോ അതിനെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഫ്രം എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? റൗട്ടർ ഡോമിൽ നിന്നാണ്, റിയാക്ട് റൗട്ടർ ഡോം. സോ അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് എന്ന് പറയുന്ന കമ്പോണന്റിനകത്ത് നമ്മളുടെ റൗട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കമ്പോണൻസ് ഫോൾഡറിൽ routing.js എന്ന് പറഞ്ഞിട്ട് കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനകത്തുള്ള കണ്ടന്റ് ആണ് നമ്മളിവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇനി ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് കാര്യങ്ങളിലൂടെ ഈ ഒരു റൗട്ടിംഗ് എന്ന് പറയുന്ന കമ്പോണന്റിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാണ്. ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഡിവിന്റെ അകത്തായിട്ട് നമുക്ക് നമ്മളുടെ ബ്രൗസർ റൗട്ടറിനെ ഫസ്റ്റ് നമുക്ക് ഇവിടെ വിളിക്കാം. ഓക്കെ, ബ്രൗസർ റൗട്ടർ. ദെൻ ഈ ഒരു റൗട്ടറിന്റെ അകത്തായിട്ടായിരിക്കും റൂട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മള് ബ്രൗസർ റൗട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ റൗട്ടർ ടാഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ദെൻ ആ ഒരു റൗട്ടർ ടാഗിന്റെ അകത്തായിരിക്കും നമ്മൾ ഓരോ പേജസിന്റെയും നാവിഗേഷൻസ് നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇത്രയും സ്റ്റെപ്സ് എന്ന് പറയുന്നത് എല്ലാ പേജിലും നമ്മൾ കോമൺ ആയിട്ട്, എല്ലാ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആദ്യം എന്താ ചെയ്തത്? നമ്മൾ ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ app.jsൽ വന്നിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങൾ നമ്മളുടെ ആ ഒരു പാക്കേജിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ യൂസ് ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. HTML എങ്ങനെയാണോ എലമെന്റ്സ് ആക്ട് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മളുടെ ഈ ഓരോ കാര്യങ്ങളും ആക്ട് ചെയ്യുന്നത്. ആൻഡ് ബ്രൗസർ റൗട്ടർ ആദ്യം ഓപ്പൺ ചെയ്തു, ദെൻ റൗട്ടർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയായിരുന്നു ഈ ഒരു റൗട്ടിംഗ് ഇൻ റിയാക്ട്.js എന്ന് പറഞ്ഞിട്ടുള്ള പേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തത്? ഡിവിനകത്ത് ബൈ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു കമ്പോണന്റ് വന്ന് എന്ത് ചെയ്തു? കമ്പോണന്റിനെ ആക്സസ് ചെയ്തിട്ടായിരുന്നു ഇതിനെ ഇമ്പോർട്ട് ചെയ്തത്. എന്നാൽ നമ്മൾ ഇവിടെ ഇങ്ങനെയല്ല ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെ ചെയ്യുന്നത്? നമ്മളത് റൂട്ട് യൂസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു പേജിൽ വന്നപ്പോൾ ഈ ഒരു പേജാണ് നമുക്ക് കിട്ടിയത്, കമ്പോണന്റിൽ വന്നത് അല്ലേ, ലോഡായിട്ട് വന്നത്. അപ്പൊ നമുക്ക് ഒരു വെബ് ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഒരു വെബ് പേജിലോ നിങ്ങൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഒരു ഇൻഡെക്സ് പേജ് എല്ലാത്തിലും കാണും, എല്ലാ വെബ്സൈറ്റിലും കാണും. ഫസ്റ്റ് നമ്മളെ കാണിക്കുന്ന ഒരു ഇൻഡെക്സ് പേജ്. സോ അങ്ങനെ ഒരു ഇൻഡെക്സ് പേജ് നമുക്ക് വേണം എന്ന് വിചാരിക്കുക. സോ അങ്ങനെ ഒരു ഇൻഡെക്സ് പേജിനെ നമുക്ക് നമ്മളൊരു വെബ് പേജിനകത്തോട്ടോ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനകത്തോട്ടോ നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം വരാനുള്ളത് ഒരു പേജ് ആണെന്ന് വിചാരിക്കുക. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ഇനി എഴുതി കൊടുക്കാൻ പോകുന്നത്. ആൻഡ് റൂട്ട് പാത്ത് ഈക്വൽ ടു, സോ നമ്മളുടെ റൂട്ട് എന്ന് പറയുന്ന ഈ ഒരു നമ്മളുടെ റിയാക്ട് റൗട്ടർ ഡോമിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് റൂട്ട്. ആ ഒരു റൂട്ടിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പാത്ത് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു HTML എലമെന്റിൽ എങ്ങനെയാണോ ഒരു ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ഈ പ്രോപ്പർട്ടീസിനെ യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ആൻഡ് അതിന്റെ പാത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ആണ്. സോ നമുക്ക് അതിന്റെ പാത്ത് ഞാനിവിടെ സ്ലാഷ് കൊടുക്കുകയാണ്, ഫസ്റ്റ് വണ്ണെന്ന് സ്ലാഷ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു വെബ് പേജിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്ക് ആദ്യം കാണിക്കുന്ന പേജ് ഏതാണ് വരണ്ടുള്ളത് എന്ന് നമുക്ക് ഈ സ്ലാഷ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോർവേഡ് സ്ലാഷ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഇൻഡെക്സ് പേജ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്.
സോ ഈ ഒരു നമ്മളുടെ ഇതെന്ന് പറയുന്നത് ഈ പാത്തിനകത്ത് കൊടുക്കുന്നത് നമ്മളുടെ URL വരേണ്ടുള്ള പാത്താണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. സോ നമുക്ക് സ്ലാഷ് എന്ന് പറയുന്നത് സിംപ്ലി ഈ ലോക്കൽ ഹോസ്റ്റ് തന്നെയാണ്, നമ്മൾ ഇൻഡെക്സ് പേജിനെയാണ് സ്ലാഷ് എന്ന് പറയുന്നത്. സോ സ്ലാഷ് എന്ന് കൊടുക്കുക, അതിനുശേഷം കമ്പോണന്റ് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മളുടെ ഈ ഒരു സ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ URL കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്ലാഷ് ലോഡ് ആകുമ്പോൾ നമ്മൾ ഏത് കമ്പോണന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളത് അവിടെ ആക്സസ് ആവേണ്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. സോ സ്ലാഷ് വരുമ്പോൾ നമുക്ക് അവിടെ ആകേണ്ടുള്ളത്, ഇപ്പൊ ഞാൻ റൂട്ടിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത്. സോ റൂട്ടിങ്ങിന്റെ ആ ഒരു കണ്ടന്റ് മാറ്റി ഞാൻ ഹോം, നേരത്തെ നമ്മൾ ഇതായിരുന്നു കൊടുത്തിരുന്നത്, ഞാൻ ഹോം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ app.js വന്നിട്ട് ഞാൻ കമ്പോണന്റ് എന്താക്കി പറഞ്ഞു കൊടുക്കുവാണ്, നമ്മളുടെ റൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കമ്പോണന്റ് കൊടുക്കുവാണ്. ഓക്കെ, സോ അങ്ങനെ കമ്പോണന്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് സെൽഫ് ക്ലോസ് ചെയ്യുക. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ റൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു എലിമെന്റ് എന്ന് പറയുന്നത് സെൽഫ് ക്ലോസ് ചെയ്താൽ മതിയാവും, പ്രത്യേകിച്ച് ഒരു ക്ലോസിംഗ് ടാഗിന്റെ ആവശ്യമില്ല. ആൻഡ് ഇതിന്റെ നമ്മളുടെ അതിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് പാത്തും കമ്പോണന്റും എന്ന് പറയുന്നത്. പാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ URL വരേണ്ടുള്ളതാണ്. ആൻഡ് ആ ഒരു URL അനുസരിച്ച് നമ്മളുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ പോകുമ്പോൾ ആ ഒരു URL അനുസരിച്ച് ഏത് പേജ് ലോഡ് ആവണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടുള്ളത് നമ്മളുടെ ഈ ഒരു കമ്പോണന്റ് എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഒന്ന് സേവ് ചെയ്യാം. നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മളിപ്പോ പുറത്ത് നിൽക്കുകയാണ്, നമുക്ക് npm സ്റ്റാർട്ട് കൊടുക്കാം എന്നിട്ട്. ഓക്കെ, സോറി, ഇത് റൺ ചെയ്തപ്പോൾ നമുക്കൊരു എറർ കോട്ട് ചെയ്തിട്ടുണ്ട്. എൻകോഡ് റൺ ടൈം എറേഴ്സ്. ഓക്കെ 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 ഇപ്പോഴാണ് സംഭവം മനസ്സിലായത്. നമ്മൾ ഈ ബ്രൗസർ റൗട്ടർ ആൻഡ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരേപോലെ എന്ത് ചെയ്തു, നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്തു. ആൻഡ് നമ്മൾക്ക് വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത്, നമ്മൾ ഈ ഒരു ബ്രൗസർ റൗട്ടറിനെ നമ്മൾ റൗട്ടർ ആയിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ബ്രൗസർ റൗട്ടർ ആസ് റൗട്ടർ. ഓക്കെ, ബ്രൗസർ റൗട്ടറിനെ നമ്മളൊരു റൗട്ടർ ആയിട്ട് അതിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം, നമ്മൾ ബ്രൗസർ റൗട്ടറിനെ റൗട്ടർ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു ബ്രൗസർ റൗട്ടർ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ ജസ്റ്റ് റൗട്ടർ മാത്രം മതിയാവും. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്താല് ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് നമ്മളുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ റൂട്ടിംഗ്.js-നകത്ത് നമ്മൾ ഡിവിനകത്ത് ഹോം എന്ന് പറഞ്ഞിട്ടായിരുന്നു കൊടുത്തത്. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു, നമ്മൾ ബ്രൗസർ റൗട്ടർ ആസ് റൗട്ടർ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തു. ദെൻ റൂട്ടും കൂടെ നമ്മൾ റിയാക്ട് റൗട്ടർ ഡോമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്രൗസർ റൗട്ടർ അങ്ങനെ നമ്മൾ റൗട്ടർ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ റൗട്ടറും ഇമ്പോർട്ട് ചെയ്തു. ദെൻ അതിൻ്റെ അകത്താണ് റൂട്ട് പറഞ്ഞു കൊടുക്കുന്നത്. സോ റൂട്ടിനകത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു, റൂട്ടിന്റെ അകത്തുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ് പാത്തും കമ്പോണന്റും എന്ന് പറയുന്നത്. ആൻഡ് പാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ URL വരാനുള്ളതാണ്. ഇപ്പൊ സ്ലാഷ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഇൻഡെക്സ് കമ്പോണന്റിനെ സൂചിപ്പിക്കും. സോ ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് 3000 തന്നെയാണ് വരുന്നത്. സോ ഇൻഡെക്സ് ആയിട്ട്, അതായത് നമ്മൾ ആദ്യം ലോഡ് ചെയ്യേണ്ടുള്ള കമ്പോണന്റ് ഏതാണ് അത് നമുക്ക് /പാത്ത് പറഞ്ഞു കൊടുത്ത് നമ്മളുടെ കമ്പോണന്റ് ഇവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മളുടെ നാവിഗേഷൻ സംഭവത്തിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മളുടെ കമ്പോണന്റിൽ 2 എക്സ്ട്രാ കമ്പോണന്റ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ഒന്നിൽ കൂടുതലല്ല, ഇഷ്ടംപോലെ കമ്പോണന്റ്സ് ഒക്കെ ഒരു വെബ് പേജിൽ വരാം. സോ ഞാനിവിടെ first.js എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണന്റും ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അതേപോലെ second.js എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കമ്പോണന്റും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ഇതൊന്ന് മാറ്റുവാണ്. നമ്മളുടെ first.js വന്നിട്ടുണ്ട്, എടുത്ത് RFC കൊടുക്കാം. കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് നമ്മളുടെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു ടെക്സ്റ്റ് ഡിവിനകത്ത് കൊടുക്കുവാണ്. ആൻഡ് നമ്മൾ അതൊന്ന് സേവ് ചെയ്തു. ദെൻ second.js വരുന്നു. ദെൻ RFC കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് നമ്മളുടെ സെക്കൻഡ് കമ്പോണന്റ് എന്നും പറഞ്ഞിട്ടും നമ്മൾ ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പൊ ഇത്രയും കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒന്നുകിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു വെബ് പേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നാവ് ബാർ, സൈഡ് ബാർ ഒക്കെ കാണും. സോ നാവ് ബാറിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ പല പേജസിനകത്തോട്ട് റീഡയറക്റ്റ് ആവുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് അത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് കാണിക്കാം. ഒരു നാവ് ബാറിന്റെ എക്സാമ്പിൾ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ലിങ്ക്
കൊടുത്തിട്ടല്ല ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നൗ ബാറിന്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം, അതൊന്ന് ജസ്റ്റ് കാണാം കേട്ടോ. ഓക്കെ, ദെൻ സോറി, നമ്മൾ ഹോം പേജിൽ വരിക. ഹോം പേജിൽ വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു UL ടാഗ് ഓപ്പൺ ചെയ്യുവാണ്. UL ടാഗ് നമ്മളുടെ UL ടാഗ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ULന്റെ അകത്ത് ഞാൻ ഒരു ലിസ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളുടെ ഈ 2 പേജസ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ HTML ഒരു ലിങ്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആങ്കർ ടാഗ്. എന്നാൽ നമ്മളിവിടെ React.js നമ്മൾ റിയാക്ട് റൗട്ടർ ഡോം യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ആങ്കർ ടാഗ് അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മളുടെ റിയാക്ട് റൗട്ടർ ഡോമിന്റെ പാക്കേജിൽ നിന്നും അവൈലബിൾ ആണ് നമ്മളുടെ ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കവിടെ നമ്മളുടെ ലിങ്കിനെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മുടെ ലിങ്കിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആങ്കർ ടാഗ് അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, നമുക്ക് ലിങ്ക് എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മളുടെ ലിങ്കിനെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് കൂടി ചെയ്യുക. ഇമ്പോർട്ട് ലിങ്കിന് നമ്മൾ കർലി ബ്രേസസിനകത്ത് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, ഫ്രം റിയാക്ട് റൗട്ടർ ഡോമിൽ നിന്ന് നമ്മൾ ലിങ്കിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, അല്ലാത്ത പക്ഷം അത് എറർ വരും. സോ ആ ഒരു ലിങ്ക് ആയിട്ട് നമുക്ക് ഹോം എന്നും കൊടുക്കാം. ആൻഡ് അതേപോലെ മറ്റൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ അവിടെ ഹോം അല്ല, ഫസ്റ്റ് കമ്പോണന്റ് അല്ലേ, ഫസ്റ്റ് എന്നും കൊടുക്കാം. ആൻഡ് രണ്ടാമത്തതിൽ നമുക്ക് എന്താണ് സെക്കൻഡ് കമ്പോണന്റ് എന്നും പറഞ്ഞ് കൊടുക്കാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റി നമ്മളുടെ ഇവിടെ ഹോം പേജിൽ 2 ലിങ്കുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ HTML ലിങ്കിന്റെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് എന്തായിരുന്നു, href എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട് ആയിരുന്നു. ഇവിടെ നമുക്ക് hrefന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് to എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്. ഈ ഒരു ലിങ്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, to ആട്രിബ്യൂട്ട് ആണ്. സോ to എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മളുടെ URL നമുക്ക് അതിന്റെ പാത്ത് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന്റെ പാത്ത്. അപ്പൊ എനിക്കിവിടെ ഇത് ഫസ്റ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫസ്റ്റ് എന്ന് പറയുന്ന പാത്ത് കാണുന്നുള്ളത് വെക്കുക. സോ ഞാനിവിടെ അതിന്റെ പാത്ത് ലിങ്ക് എന്ന് പറയുന്നത് 2-നകത്ത് ഫസ്റ്റ് കൊടുത്തു. ആൻഡ് സെക്കൻഡിന്റെ ലിങ്കിനകത്ത് എന്ത് പറഞ്ഞു കൊടുത്തു, 2-നകത്ത് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മളെ കമ്പോണന്റിന്റെ ഫയലോ കാര്യങ്ങളോ ഒന്നും അല്ല കൊടുക്കുന്നത്, ആ ഒരു എന്താണോ നമുക്ക് നമ്മളുടെ URL ഡിസ്പ്ലേ ചെയ്യേണ്ടുള്ളത് അത് നമ്മൾ ജസ്റ്റ് 2-നകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കാണുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് കമ്പോണന്റ് നമുക്ക് ലോഡ് ആവേണ്ടുള്ളത്. ഈ ഒരു ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തിൽ പോകണം, നമ്മളുടെ ഫസ്റ്റ് കമ്പോണന്റിനകത്തോട്ട് പോകണം. ആൻഡ് ഈ ഒരു സെക്കൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് കമ്പോണന്റിലായിട്ട് പോകണം. സോ ഇവിടെ 2-നകത്ത് നമ്മളുടെ പാത്തിൽ എന്ത് വരുമ്പോഴാണ് ഈ ഒരു ഇത് ലോഡ് ആവേണ്ടുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ കൊടുത്താൽ എങ്ങനെയാ ശരിയാവുന്നേ എന്നൊക്കെ ചിന്തിക്കും. അപ്പം അതിനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇത്രയും കഴിഞ്ഞ് സേവ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമുക്ക് ഒന്നും അതിൽ ഒരു ആക്സസും വരുന്നതല്ല, ജസ്റ്റ് അത് ഫസ്റ്റ് സെക്കൻഡ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് സൂം ചെയ്യും. നമ്മളുടെ URL ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് എന്ന് വരുന്നുണ്ട്, പക്ഷെ വേറൊരു പേജും റീലോഡ് ആവുന്നതോ നാവിഗേറ്റ് ആവുന്നതോ ഇല്ല. അങ്ങനെ നാവിഗേറ്റ് ആവണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ app.jsൽ പോവാം, നമ്മളുടെ റൗട്ടർ കൊടുത്തതിനകത്തോട്ട് പോവുക. ദെൻ നമുക്ക് അടുത്ത റൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഓരോന്നും പോകത്തുള്ളൂ. എല്ലാ റൂട്ട്സും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ app.js കമ്പോണന്റിലാണ്. സോ നമ്മൾ അത്രയും കൊടുത്തിട്ടതിന് ശേഷം വീണ്ടും നമ്മളുടെ ഈ ഒരു app.jsൽ വരിക, റൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ പാത്ത് എന്ന് പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുക, എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്, ഫസ്റ്റ് ആണ് പാത്തിനകത്ത് വരുന്നതെങ്കിൽ ഏത് കമ്പോണന്റ് ലോഡ് ആവണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ഹോം പേജിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, നമ്മളുടെ URL ഫസ്റ്റ് എന്ന് വന്നു. സോ ഇനി നമ്മൾ ഹോം പേജിൽ എന്ത് പറഞ്ഞു കൊടുക്കണം, ഫസ്റ്റ് എന്ന് URL കാണുമ്പോൾ ഏത് കമ്പോണന്റ് റീലോഡ് ആവണം, ഏത് കമ്പോണന്റിൽ ലോഡ് ആവണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
സോ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ലോഡ് ആവേണ്ടുള്ള കമ്പോണന്റ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്ന കമ്പോണന്റ്. ഓക്കെ, ഇതേപോലെ നമ്മൾ ഓരോ കമ്പോണൻസിനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കമ്പോണന്റിനെ ഇവിടെ എന്ത് ചെയ്തിരിക്കണം, ഇമ്പോർട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ റൂട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് രണ്ടാമതൊരു റൂട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുക. റൂട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ പാത്ത് സെക്കൻഡ് എന്നാണ് അതിന്റെ പാത്ത് എങ്കിൽ, സെക്കൻഡ് എന്നാണ് നമ്മളുടെ ഈ ഒരു URL വരുന്നതെങ്കിൽ നമ്മളുടെ കമ്പോണന്റ് ഏതാണ് ലോഡ് ആവേണ്ടുള്ളത്, സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ കമ്പോണന്റ് ആണ് നമുക്ക് അവിടെ ലോഡായിട്ട് വരേണ്ടുള്ളത്. സോ അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് ഞാൻ റിഫ്രഷ് ചെയ്യാണ്. സോ നമ്മുടെ ഫസ്റ്റ് കമ്പോണന്റ് ഉണ്ട്, സെക്കൻഡ് കമ്പോണന്റ് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ കുറച്ചൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെയാണ് വരുന്നത്. കാര്യം എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ എന്താണ് പാത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്, ലോക്കൽ ഹോസ്റ്റ് /ഫസ്റ്റ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും ഈ ഒരു ഹോം പേജിൽ തന്നെ നിൽക്കുന്നു. കാര്യം എന്താണ്, ആ ഒരു ബ്രൗസർ നോക്കുമ്പോൾ അതിന്റെ URL ആദ്യം കണ്ടത് /ആണ്. സോ / കണ്ടാൽ ഏത് പേജ് ലോഡ് ആവണമെന്നാണ് നമ്മളുടെ മുതലാളി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, റൗട്ടിംഗ് പേജ് എന്ന് പറയുന്നത്. റൗട്ടിംഗ് അതായത് നെയിം കൊടുക്കുന്നപ്പോ റൗട്ടിംഗ് എന്ന് കൊടുത്തതേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഹോം പേജ് ആണ്. ഓക്കെ, ഹോം പേജ് ആണ് ലോഡ് ആവേണ്ടുള്ളതെന്നാണ് നമ്മളുടെ മുതലാളി പറയുന്നത്. സോ മുതലാളി പറയുന്നതിനനുസരിച്ച് അതിന്റെ ആക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനുസരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ എന്താണ് ആ ഒരു / കണ്ടപ്പോ തന്നെ കയറി എന്ത് ചെയ്തു, നമ്മളുടെ ഹോം പേജ് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ /ന്റെ പുറമോട്ട് നമ്മുടെ ഫസ്റ്റും സെക്കൻഡും ഉള്ള കാര്യം ഈ ഒരു സംഭവത്തിന് അറിയുന്നില്ല. അപ്പൊ അതും കൂടെ അറിഞ്ഞാലല്ലേ കറക്റ്റ് ആയിട്ട് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. സോ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ റൂട്ടിന്റെ ഒരു നമ്മളുടെ app.js എടുക്കാം. ഓക്കെ, സോ റൂട്ടിനകത്തുള്ള രണ്ട് കമ്പോണൻസ് ആണ്, രണ്ട് പ്രോപ്പർട്ടീസ് ആണ് പാത്തും കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടി കൂടിയാണ് എക്സാക്റ്റ്. സോ എക്സാക്റ്റ് / കണ്ടാൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ ഒരു റൂട്ടിങ്ങിനകത്തോട്ട് ഈ ഒരു ഹോം പേജിനകത്തോട്ട് പോകാവൂ. ഇനി അതേപോലെ തന്നെ എല്ലാത്തിലും എക്സാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ എക്സാക്റ്റ് സെക്കൻഡ് കണ്ടാൽ എങ്ങോട്ട് പോകണം, സെക്കൻഡിലോട്ട് പോകണം. ആൻഡ് എക്സാക്റ്റ് ഫസ്റ്റ് കണ്ടാൽ ഫസ്റ്റിലോട്ട് പോകണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. സോ സേവ് ചെയ്തു. ആൻഡ് നമ്മൾ ഈ ഫസ്റ്റിനകത്ത് കിടക്കുകയാണ് ഇപ്പോ. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമുക്കിപ്പോ ഫസ്റ്റ് വേണ്ട, നമ്മള് ലോക്കൽ ഹോസ്റ്റിനകത്തോട്ട് പോയി നമ്മൾ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഓക്കെ, ആൻഡ് ഇപ്പൊ വന്നിട്ടില്ല അത്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഫസ്റ്റിന്റെ കൂട്ടത്തില് /ഉം കൂടെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതിന്റെ പാത്തായിട്ട് /ഉം കൂടെ പറഞ്ഞു കൊടുക്കുക. സേവ് ചെയ്തു. ഓക്കെ, / ഞാൻ വിട്ടുപോയതാണ്. സോ /ഉം കൂടെ കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് പാത്തിന്റെ കൂട്ടത്തില് ആ ഒരു / കൂടി പറഞ്ഞു കൊടുക്കുക. അത് ഞാൻ വിട്ടുപോയതാണേ. ഈ ഒരു / കൂടി പറഞ്ഞു കൊടുക്കുക. ആൻഡ് അതിന്റെ കൂട്ടത്തില് എന്ത് ചെയ്യുക, എക്സാക്റ്റും കൂടി കൊടുക്കുക. എക്സാക്റ്റ് കൊടുക്കുന്ന എന്തിനാന്ന് മനസ്സിലായല്ലോ. ആദ്യം തന്നെ ഈ ഒരു നമ്മളുടെ ഇങ്ങനെ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഒരു /ഫസ്റ്റ് എന്നായിരിക്കും ആ ഒരു URL വരുന്നത്. സോ /ഫസ്റ്റ് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ / കാണുന്ന പാടെ അത് എന്താണ് നമ്മളുടെ ഇൻഡെക്സ് കമ്പോണന്റ് ആണ് ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അത് മാത്രമേ ലോഡ് ആവത്തുള്ളൂ. സോ അങ്ങനെ ലോഡ് ആവാതെ ബാക്കിയെല്ലാം ലോഡ് ആവാൻ കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു എക്സാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റിലും കൂടെ ഒരു ലിങ്ക് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ബ്രേക്ക് ടാഗ് കൊടുത്തിട്ട് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുവാണ്, ഒരു ലിങ്കും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ആ ഒരു ലിങ്കിനകത്ത് സെക്കൻഡിന്റെ ഒരു കൊടുക്കാം, ലിങ്കും കൂടെ കൊടുക്കാം ഓരോ പേജിനകത്തോട്ട് റീഡയറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെക്കൻഡ് വരുമ്പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞു കൊടുക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ബ്രൗസറിൽ കാണുമ്പോൾ
എന്താവണം എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സേവ് ചെയ്തു. ഇനി നമുക്ക് പ്രത്യേകിച്ച് റൂട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ലിങ്ക് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് വന്നു. കാര്യം നമ്മൾ ലിങ്ക് ഇമ്പോർട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ കർലി ബ്രേസസിനകത്ത് നമുക്ക് ലിങ്ക് കൊടുക്കാം. ലിങ്ക് ദെൻ എവിടെ നിന്നാണ്? ഫ്രം നമ്മളുടെ റൗട്ടർ ഡോമിൽ നിന്നും, റിയാക്ട് റൗട്ടർ ഡോമിൽ നിന്നാണ്. ഓക്കെ, റിയാക്ട് റൗട്ടർ ഡോം. സോ സേവ് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് എന്ന് വന്നു. ഇനി നമുക്ക് പോയിട്ട് app.jsൽ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് എന്ന് എപ്പോഴാണോ ബ്രൗസറിൽ ഡിസ്പ്ലേ URL ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് കമ്പോണന്റ് ആണ് ലോഡ് ആവേണ്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ സെക്കൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ദാണ്ട ഇവിടെ URL സെക്കൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വീണ്ടും സെക്കൻഡ് കമ്പോണന്റിൽ വന്ന് ഫസ്റ്റ് കമ്പോണന്റിൽ ലിങ്ക് കൊടുത്ത് ഫസ്റ്റ് കമ്പോണന്റിലോട്ടും ഹോം കമ്പോണന്റിലോട്ടും ഒക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹോമിലോട്ട് പോകണമെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് കമ്പോണന്റിനകത്ത് ഞാനൊരു ലിങ്ക് കൊടുക്കാന്ന് വിചാരിക്കുക, ഒരു BR ടാഗ് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ്. സോ ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ലിങ്കിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ലിങ്ക് ഫ്രം എന്താണ് റിയാക്ട് റൗട്ടർ ഡോമിൽ നിന്നും അതിന് ഇമ്പോർട്ട് ചെയ്യുക. ദെൻ ഈ ഒരു ലിങ്കിന്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം ലിങ്കിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആയിരിക്കണം കേട്ടോ. സോ ലിങ്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ ഇവിടെ ഹോം പേജിനകത്തോട്ട് പോകണമെന്ന് ജസ്റ്റ് ഹോം കൊടുക്കുകയാണ്. ഇപ്പം ഹോം കൊടുക്കുമ്പോൾ അതിന്റെ ടു എന്ത് പറഞ്ഞു കൊടുത്താൽ മതി? ടുവിന്റെ പാത്ത് ജസ്റ്റ് സ്ലാഷ് പറഞ്ഞു കൊടുത്താൽ മതി. കാര്യം നമ്മൾ ഓൾറെഡി നമുക്ക് ഇവിടെ app.jsൽ പറഞ്ഞിട്ടുണ്ട്, സ്ലാഷ് എന്ന് പറയുന്ന പാത്ത് കണ്ടാൽ ഏതിനകത്തോട്ട് പോകണം, റൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിനകത്തോട്ട് പോകണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ കൊടുത്താൽ മതി. സോ നമുക്ക് സേവ് ചെയ്യാം. സോ സെക്കൻഡ് കമ്പോണന്റിൽ ഹോം കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. സോ ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഹോം പേജിനകത്തോട്ട് അത് റീഡയറക്റ്റ് ആവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇത് ഞാൻ സിമ്പിൾ ഡെമോ കാണിച്ചു തന്നെയാണ്, റൗട്ടിംഗ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് റിയാക്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു ഓവറോൾ ആയിട്ട് പറയുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ നമ്മൾ app.jsൽ വന്ന് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ പേജിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ റൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ലിങ്കിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, അതേപോലെ നമ്മളുടെ ചാനൽ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, മെമ്പർ ആവുക. ഓക്കെ, നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം ആൻഡ് ഒരുമിച്ച് ഗ്രോ അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.